നമസ്കാരം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലൂടെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ തൊട്ടും അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, പ്ലാസ്മ ഇവ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഉള്ള സോളിഡിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. കൈനറ്റിക് എനർജി, പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി വളരെ കുറവാണ്. ലിക്വിഡിൻ്റെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന് കുറച്ചുകൂടിയും ഫ്ലോയിങ് നാച്ചറുണ്ട്. അട്രാക്റ്റീവ് ഫോഴ്സ്, പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറച്ചുകൂടിയും കുറവാണ്. എന്നാൽ കൈനറ്റിക് എനർജി കുറച്ച് കൂടുതലാണ്. ഗ്യാസസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഫ്ലോയിങ് നാച്ചർ വളരെ കൂടുതലാണ്. മാത്രമല്ല അതിൻ്റെ കൈനറ്റിക് എനർജി, പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സോ വളരെ കുറവാണ്. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളതിനെ പ്ലാസ്മ സ്റ്റേറ്റിനെ സൂപ്പർ ഹീറ്റഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ, വെരി ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് അതിൻ്റെ ഇലക്ട്രോണുകൾ വിട്ടുപോവുകയും അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും ഇലക്ട്രോണുകളും ഉള്ള ഒരു സിസ്റ്റം രൂപപ്പെടുകയും അതാണ് പൊതുവെ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ സ്റ്റേറ്റ് പൊതുവെ നക്ഷത്രങ്ങൾ, സ്റ്റാർസ് ഒക്കെ പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. ഹൈ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്ചാർജ് ട്യൂബ്, ലൈറ്റ്നിങ് ഇതൊക്കെ പ്ലാസ്മ സ്റ്റേറ്റിലാണ്. അങ്ങനെ നക്ഷത്രങ്ങളൊക്കെ പ്ലാസ്മ സ്റ്റേറ്റിലായതുകൊണ്ട് 99% ഓഫ് ദ യൂണിവേഴ്സ് എക്സിസ്റ്റ് ഇൻ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുകളൊക്കെ, ഒട്ടേറെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രീം കണ്ടീഷനുകളിൽ മാത്രമുള്ള ഫിസിക്കൽ സ്റ്റേറ്റുകളാണ്. എക്സ്ട്രീം കോൾഡ് കണ്ടീഷനിൽ, എക്സ്ട്രീം ഡെൻസിറ്റി കണ്ടീഷനിൽ, എക്സ്ട്രീം എനർജി കണ്ടീഷനുകളിലൊക്കെയുള്ള ഫിസിക്കൽ സ്റ്റേറ്റുകളാണ്. ഉദാഹരണമായിട്ട് BEC എന്ന് പറയുന്ന ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, നമ്മൾ പറയുന്ന ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ BEC എന്ന് പറയുന്നത് സൂപ്പർ കൂൾഡ് സോളിഡ് സ്റ്റേറ്റ് ആണ്. സൂപ്പർ കൂൾഡ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻ ഉണ്ടാവുന്ന സൂപ്പർ കൂൾഡ് സോളിഡ് സ്റ്റേറ്റ്. ഇതിൽ പറയുന്ന ഐൻസ്റ്റീൻ, വിഖ്യാതനായ ഐൻസ്റ്റീനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒപ്പം നമ്മൾ അറിയേണ്ട ഒരാളാണ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസ് ആണ്, ഇന്ത്യക്കാരനാണ്. ഐൻസ്റ്റീൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. മാത്രമല്ല ഐൻസ്റ്റീനെ ഫോട്ടോൺ എണ്ണാൻ പഠിപ്പിച്ച സയൻറ്റിസ്റ്റ് എന്നുകൂടി സത്യേന്ദ്രനാഥ് ബോസിനെ പറയാറുണ്ട്. പിന്നീട് ഒട്ടേറെ ഫിസിക്കൽ സ്റ്റേറ്റ്സുകളുണ്ട്. ഫെർമിയോണിക് കണ്ടൻസേഷൻ സ്റ്റേറ്റ്, ന്യൂട്രോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, അങ്ങനെ ഒട്ടേറെ ഫിസിക്കൽ സ്റ്റേറ്റ് പറയുന്നുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാം. ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്യാസ് ലോസ് എന്ന് പറയുമ്പോൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഈ ഗ്യാസ് ലോസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, then kinetic molecular theory of gases and deviation of real gases from ideal behavior. അങ്ങനെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ, ഒരുപക്ഷെ നമുക്ക് പ്രീവിയസ് നോളേജ് ഉള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച്, ഗ്യാഷ്യസ് ബിഹേവിയറിനെ കുറിച്ച് പലതരത്തിലുള്ള എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് നടത്തുകയും ആ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷനുകൾ വെച്ചുകൊണ്ട് ചില ജനറലൈസേഷനുകൾ, ചില സാമാന്യ തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ആ ജനറലൈസേഷനുകളെയാണ് നമ്മൾ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. ഗ്യാസ് ലോസ് നമുക്കറിയാവുന്നതുപോലെ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, അതിൽ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ബോയിൽസ് ലോ. എന്താ ബോയിൽസ് ലോ എന്ന് പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഗ്യാസ് ലോസിലും എല്ലാത്തിലും തന്നെ പ്രഷർ, വോള്യൂം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ് ഇവ തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പറയുമ്പോൾ ബാക്കി രണ്ടെണ്ണവും കോൺസ്റ്റൻ്റ് ആയി എടുക്കും. അതുകൊണ്ട് ബോയിൽസ് ലോ എന്ന് പറയുന്നത് പ്രഷർ വോള്യൂം റിലേഷൻഷിപ്പാണ്, PV റിലേഷൻഷിപ്പാണ്. അങ്ങനെ PV റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആയി എടുക്കും. സോ ബോയിൽസ് ലോ എന്താണ്?
at constant temperature, volume of a definite amount of gas is inversely proportional to pressure. At constant temperature, temperature constant ആണ്. Volume of a definite amount of gas എന്ന് പറയുമ്പോൾ number of moles constant ആണ്. So at constant temperature, volume of a definite amount of gas is inversely proportional to pressure. എങ്ങനെയാണ് വോളിയം പ്രഷർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, വിപരീത അനുപാതത്തിലാണ്. എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോള്യം പ്രൊപ്പോർഷണൽ ആയിട്ട് കുറയും. വോള്യം ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രഷർ പകുതിയായി എന്നാണ്. ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷനിലേക്ക് പോവാം. ബോയ്ൽസ് ലോയെ വി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അതിനെ ഒരു ഇക്വേഷൻ ആക്കുകയാണെങ്കിൽ പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന രീതിയിലേക്ക് ഇക്വേഷൻ എത്തും. അപ്പോൾ ബോയ്ൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, പി വി ഈക്വൽ ടു കെ എന്നാണ്. അതിൽ P1 എന്ന പ്രഷറിൽ വോള്യം V1 ആണെന്ന് വിചാരിക്കുക. മറ്റൊരു പ്രഷർ അതേ ഗ്യാസിൻ്റെ, അതേ എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ അതേ ടെമ്പറേച്ചറിൽ മറ്റൊരു പ്രഷർ P2വിൽ അതിൻ്റെ വോള്യം V2 ആണെങ്കിൽ P1 V1 ഈക്വൽ ടു P2 V2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് പി വി ആൾവേസ് ബി കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ ബോയ്ൽസ് ലോയെ ഗ്രാഫിക്കലായിട്ട് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ബോയ്ൽസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോതേം. അതായത് എ ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് വോള്യം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പൊതുവെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഗ്രാഫുകളെ നമ്മൾ പറയുന്ന പേരാണ് ഐസോതേം. ബോയ്ൽസ് ലോയുടെ ഗ്രാഫിക്കൽ പ്ലോട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോതേം. അത് പി എഗെയിൻസ്റ്റ് വി ഉണ്ട്, പി വി ഗ്രാഫ് ഉണ്ട്, പി വി എഗെയിൻസ്റ്റ് പി ഉണ്ട്, പി വി എഗെയിൻസ്റ്റ് വി കൊടുക്കാം, പി വി എഗെയിൻസ്റ്റ് പി, പി വി എഗെയിൻസ്റ്റ് വി എങ്ങനെയായിരിക്കും? എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ? കാരണം പി വി ആൾവേസ് ബി കോൺസ്റ്റൻറ്റ്. ദെൻ മറ്റൊരു ഗ്രാഫ് ഏതായിരിക്കും? പി വേഴ്സസ് 1/v. അതെന്താ നമുക്ക് മനസ്സിലാവുന്നത്? വെൻ പ്രഷർ ഇൻക്രീസസ് 1/v ആൾസോ ഇൻക്രീസസ്. ഇതൊക്കെയാണ് ബോയ്ൽസ് ലോയുടെ ഗ്രാഫുകൾ. ഇവയെ നമുക്ക് ഐസോതേം എന്ന് വിളിക്കാം. ഇനി എന്തൊക്കെയാണ് ബോയ്ൽസ് ലോയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്? നമുക്ക് കൃത്യമായി മനസ്സിലായി, പ്രഷർ കൂട്ടുമ്പോൾ വോള്യം കുറയുന്നു. അതാണ് ബോയ്ൽസ് ലോ. ദാറ്റ് മീൻസ് ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. കംപ്രസ് ചെയ്യുമ്പോൾ വോള്യം കുറയുന്നു. ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ ആൻഡ് പ്രഷർ ആൻഡ് ഡെൻസിറ്റി of air is maximum at the sea level. Air has maximum density at the sea level. Sea ലെവലിലാണ് മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. കാരണം എന്താ? സീ ലെവലിലാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഏറ്റവും കൂടുതൽ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ ഗ്യാസിനൊക്കെ താഴേക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എവിടെയായിരിക്കും? സീ ലെവലിലായിരിക്കും, ഗ്രൗണ്ട് ലെവലിലായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അങ്ങനെ സീ ലെവലിലാണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നുള്ളത് കൊണ്ട് പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റിയും കൂടുന്നു, ഡെൻസിറ്റിയും കൂടുന്നു. സോ ഡെൻസിറ്റി ഈസ് ഹൈ, മാക്സിമം അറ്റ് സീ ലെവൽ. മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാമോ, അറ്റ് ഹയർ ആറ്റിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ലോ. മീൻസ് ഓക്സിജൻ, നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ ഇൻടേക്ക് വളരെ കുറവാകും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആറ്റിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വലിയ ഒരു പ്രയാസമാണ്. സോ ബോയ്ൽസ് ലോയുടെ രണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ ആൻഡ് ഗ്യാസ് ഹാസ് ഹൈ ഡെൻസിറ്റി അറ്റ് ദ സീ ലെവൽ. അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ഹാസ് ഹൈ ഡെൻസിറ്റി അറ്റ് ദ സീ ലെവൽ. അടുത്തത് ചാൾസ് ലോ എന്താണെന്ന് നോക്കാം. ചാൾസ് ലോ വി ടി റിലേഷൻഷിപ്പാണ് തരുന്നത്, വോള്യം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ്. അപ്പോൾ സ്വാഭാവികമായും പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചാൾസ് ലോ എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോള്യം ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ.
ഒന്നുകൂടി പറയാം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോള്യൂം ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അതിൻ്റെ ഒരു പ്രകൃതം നമുക്കതിൻ്റെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ പറയുന്ന പേരാണ് ഐസോബാർ. ഐസോബാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺസ്റ്റന്റ് പ്രഷർ ഗ്രാഫിക്കൽ പ്ലോട്ടാണ്. വോള്യൂം വേഴ്സസ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അങ്ങനെ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ പ്ലോട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോബാർ. ഈ ഐസോബാർ ഒന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ നമ്മളൊന്ന് നീട്ടി വരച്ചാൽ, ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സത്യത്തിൽ അത്തരം ടെമ്പറേച്ചറുകളിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നീട്ടി വരയ്ക്കാവുന്നതാണ്. സോ വെൻ ദി സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഈസ് എക്സ്ട്രാപ്പുലേറ്റഡ് ടു നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ്, ഇങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സിന് ആ ഗ്രാഫ് അതിങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി എ കണ്ടീഷൻ ഇൻ വിച്ച് വോള്യൂം ഓഫ് ഗ്യാസ് ബിക്കം സീറോ. ദാറ്റ് മീൻസ് ഇറ്റ് മീറ്റ് ദ എക്സ് ആക്സിസ്. ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ, ടെമ്പറേച്ചർ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ വോള്യൂം, ഗ്യാസിൻ്റെ വോള്യൂം സീറോ ആയിരിക്കും. അങ്ങനെ ഗ്യാസിൻ്റെ വോള്യൂം സീറോ ആയേക്കാവുന്ന ആ ടെമ്പറേച്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിനാണ്. അങ്ങനെ ആ 0 കെൽവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെമ്പറേച്ചർ സ്കെയിലിനെയാണ് നമ്മൾ കെൽവിൻ സ്കെയിൽ എന്ന്, കെൽവിൻ്റെ ഒരു ബഹുമാനാർത്ഥം പറയുന്നത്. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കണം. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിനാണ്. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 കെൽവിൻ എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. അതാണ് ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. സാധ്യമായേക്കാവുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ അതാണ്. ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വോള്യൂം ഓഫ് ആൾ ഗ്യാസസ് ആർ സപ്പോസ്ഡ് ടു ബി സീറോ. എല്ലാ ഗ്യാസിൻ്റെയും വോള്യൂം സീറോ ആയേക്കാവുന്ന ആ ടെമ്പറേച്ചറാണ് അബ്സല്യൂട്ട് സീറോ. സോ അബ്സല്യൂട്ട് സീറോ ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആൾ ഗ്യാസസ് ആർ സപ്പോസ്ഡ് ടു ബി സീറോ. അത്തരമൊരു ടെമ്പറേച്ചറിലേക്ക്, 0 കെൽവിനിലേക്ക്, എന്താ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിൻ്റെ വോള്യൂം സീറോ ആവും എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ ടെമ്പറേച്ചറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇന്ന് വരെ പ്രാപ്യമായിട്ടില്ല. അതുകൊണ്ട് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഹൈപ്പോത്തറ്റിക്കൽ, ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എന്താണ് ഈ ചാൾസ് ലോയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഹോട്ട് എയർ ബലൂൺസ്. Hot air balloons used in sports and meteorological observations are application of Charles law. Hot air balloons, ആകാശത്ത് പൊങ്ങി പറക്കുന്ന ഹോട്ട് എയർ ബലൂൺസ്, അത് സ്പോർട്സിന്, അഡ്വഞ്ചറസ് സ്പോർട്സിന് ഉപയോഗിക്കും. അതുപോലെ കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കും. ഇതിന് ഉപയോഗിക്കുന്ന ഈ ഹോട്ട് എയർ ബലൂൺസ് ഒക്കെ തന്നെ ചാൾസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. എന്ന് പറഞ്ഞാലോ, ഹോട്ട് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കുറയും. ഹോട്ട് എയർ ഈസ് ലെസ് ഡെൻസ്. ഹോട്ട് എയർ ബലൂണിനകത്ത് അല്ലെങ്കിൽ ഈ ബലൂണിനകത്തുള്ള ഹോട്ട് എയറിൻ്റെ സ്വാഭാവികമായും ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇറ്റ് വിൽ റൈസ് അപ്പ്. സാധാരണ കോൾഡ് എയറിനേക്കാൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ദാറ്റ് ഹോട്ട് എയർ ബലൂൺ റൈസ് അപ്പ്. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ചാൾസ് ലോ. അടുത്തത് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ വോള്യൂം നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തരുന്നത്. വോള്യൂം നമ്പർ ഓഫ് മോൾസ്. സോ വി എൻ റിലേഷൻഷിപ്പ് തരുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും സ്വാഭാവികമായും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായും വോള്യൂം കൂടും. സോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോള്യൂം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഈക്വൽ വോള്യൂം ഓഫ് ആൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ വോള്യൂം ഓഫ് ആൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ പല ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. അവയുടെയൊക്കെ ഈക്വൽ വോള്യൂം ആണെങ്കിൽ അവയിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും, പ്രൊവൈഡഡ്
ടെമ്പറേച്ചർ പ്രഷർ ആർ കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. അങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും നമ്മളൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എടുക്കുകയാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനാണ്, അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത് 1 ബാർ പ്രഷറാണ്. അങ്ങനെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും ഏത് വാതകത്തിൻ്റെയും വോള്യം എടുക്കുകയാണെങ്കിൽ, ഒരു നിശ്ചിത വോള്യം എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് എപ്പോഴും തുല്യമായിരിക്കും. ഇതിനെ നേരെ വിപരീതമായിട്ട് നമ്മളൊന്ന് പറയാം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും 1 മോൾ ഏത് ഗ്യാസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ വോള്യം ഈക്വൽ ആയിരിക്കും. ഇവിടെയാണ് അവഗാഡ്രോസ് ലോയുടെ റെലവൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ നമ്മളതിനെ STP എന്ന് പറയും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, സ്റ്റാൻഡേർഡ് പ്രഷർ 1 ബാർ പ്രഷർ. അങ്ങനെ STPയിൽ 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിലും 1 മോൾ ഏത് ഗ്യാസിൻ്റെയും വോള്യം തുല്യമായിരിക്കും. ദാറ്റ് ഈസ് 22.71 ലിറ്റർ. ആൻഡ് 1 മോൾ ഓഫ് ഗ്യാസ്, അതിൻ്റെ വോള്യത്തെ നമ്മൾ പറയുന്ന പേരാണ് മോളാർ വോള്യം. സോ അറ്റ് STP മോളാർ വോള്യം ഓഫ് എനി ഗ്യാസ് ഈസ് 22.71 ലിറ്റർ. STP എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, സ്റ്റാൻഡേർഡ് പ്രഷർ 1 ബാർ പ്രഷർ. അറ്റ് STP 1 മോൾ ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻ 22.71 ലിറ്റർ. അപ്പോൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഇവ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. സോ ഐഡിയൽ ഗ്യാസ് ഈസ് എ ഗ്യാസ് വിച്ച് ഒബേസ് ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ സ്ട്രിക്ട്ലി അണ്ടർ ഓൾ കണ്ടീഷൻസ്. എല്ലായ്പ്പോഴും ഗ്യാസ് ലോസ് ആയിട്ടുള്ള ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഇവ അനുസരിക്കുന്ന ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഐഡിയൽ എന്ന കോൺസെപ്റ്റ് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഐഡിയൽ എന്ന് പറയുന്നത് വെറും ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഐഡിയൽ ആയിട്ടുള്ള ഒരു സോളിഡ്, ഐഡിയൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഒന്നുമില്ല എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസും പോസിബിൾ അല്ല. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്, ഇമാജിനറി കണ്ടീഷനാണ്. എന്നാൽ നമ്മളൊക്കെ മനുഷ്യരായുള്ള നമ്മളൊക്കെ തന്നെ ഐഡിയൽ അല്ല. എന്നാൽ ചില കണ്ടീഷനുകളിലൊക്കെ നമുക്ക് ഐഡിയൽ ആവാൻ കഴിയും. അതുപോലെ തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റും അതെ, ചില കണ്ടീഷനുകളിൽ അവർ ഐഡിയലാണ്. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ, ഗ്യാസസ് ബിക്കം ഐഡിയൽ ഓൺലി അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഗ്യാസസ് എപ്പോഴാണ് ഐഡിയൽ ആവുന്നത്? LP ആൻഡ് HT. LP ലോ പ്രഷർ ആൻഡ് HT ഹൈ ടെമ്പറേച്ചർ. ലോ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ, പ്രഷർ വളരെ കുറവ്, ടെമ്പറേച്ചർ കൂടുതൽ. ഈ കണ്ടീഷനുകളിൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബോയിൽസ് ലോ ഒബേ ചെയ്യും, ചാൾസ് ലോ ഒബേ ചെയ്യും, അവഗാഡ്രോസ് ലോ ഒബേ ചെയ്യും. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ലോ പ്രഷർ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഈ കണ്ടീഷനിലോ ഗ്യാസസ് ഡു നോട്ട് ഒബേ ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. ഇറ്റ് വിൽ നോട്ട് ബി ഐഡിയൽ. ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാര്യമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഇവ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? നമുക്കറിയാം. എന്താണത്? PV = nRT. PV = nRT. Ideal gas equation is PV = nRT. P pressure, V volume, N number of moles, T temperature, and R is a constant called universal gas constant. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ആറിൻ്റെ വാല്യൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ട് പ്രഷർ, വോള്യം ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കേസിൽ ആറിൻ്റെ വാല്യൂ ലിറ്റർ, അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, പ്രഷറിൻ്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ, വോള്യത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആറിൻ്റെ വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ്. 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ്.
എന്നാൽ വോള്യം ലിറ്ററിൽ തന്നെ പ്രഷർ ബാറിലാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഇപ്പോൾ ബാർ കണ്ടീഷനാണ്, ബാറിലാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ആറിൻ്റെ വാല്യൂവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 0.08314 ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. 0.08314 ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. എന്നാൽ എനർജിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ വാല്യൂ മറ്റൊന്നാണ്. 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT എന്ന ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും പറയാറുണ്ട്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്നാണ്. ഈ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രഷർ P1 ആണ്, വോള്യൂം V1 ആണ്, ടെമ്പറേച്ചർ T1 ആണ് എങ്കിൽ മറ്റൊരു പ്രഷർ, അതിൻ്റെ പ്രഷർ വ്യത്യാസം വരുത്തി P2 ആണ്, അപ്പോൾ വോള്യൂം V2 ആണ്, ടെമ്പറേച്ചർ T2 ആണെങ്കിൽ P1 V1/T1 = P2 V2/T2. ഇറ്റ് ഈസ് കാൾഡ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഓർ ജനറൽ ഗ്യാസ് ഇക്വേഷൻ. അതിനെ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് കുറേ ഫാക്റ്റുകളാണ്, എക്സ്പെരിമെൻ്റൽ ഫാക്ട്സ്. ഈ എക്സ്പെരിമെൻ്റൽ ഫാക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ ഗ്യാസ് ലോസിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിയിലാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് മോഡൽ ഓഫ് ഗ്യാസസ് കൊണ്ടുവരുന്നത്. മാക്സ്വെൽ, ബോൾട്സ്മാൻ, ക്ലോഷ്യസ് പോലെയുള്ള സയൻറ്റിസ്റ്റുകളുടെ ശ്രമഫലമായിട്ടാണ് ഗ്യാസ് സ്റ്റേറ്റിന് ഒരു തിയററ്റിക്കൽ കൺസേൺ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്? വളരെ ലളിതമായ കുറേ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. നമ്പർ 1, ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് മോളിക്യൂൾസ്. ഗ്യാസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്, മോളിക്യൂളുകളാണ്. gas molecules are very far apart, and therefore volume of gas molecule is negligible compared to total volume of gas. ഗ്യാസിൻ്റെ ടോട്ടൽ വോള്യൂമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പാത്രത്തിലാണ് ഗ്യാസ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഗ്യാസിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് എന്താണ്? വോള്യൂം ഓഫ് ദാറ്റ് കണ്ടെയ്നർ അല്ലേ? അപ്പോൾ ടോട്ടൽ വോള്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യൂം വളരെ വളരെ ചെറുതായതുകൊണ്ട് വോള്യൂം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം ഓഫ് ഗ്യാസ്. ടോട്ടൽ വോള്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യൂം നെഗ്ലിജിബിളി സ്മാൾ ആണ്, ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമ്പർ 3, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമില്ല. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അവയ്ക്ക് ഗ്യാസ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്നത്. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. നമ്പർ 4, ഗ്യാസസ് ആർ ഇൻ റാൻഡം മോഷൻ. ഗ്യാസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡിസോർഡേർഡ് മോഷനാണ്. ഗ്യാസസ് ആർ ഇൻ റാൻഡം മോഷൻ, ആൻഡ് ഡ്യൂറിങ് ദിസ് മോഷൻ they will collide with each other and with the walls of the container. ഈ ഡിസോർഡേർഡ് മോഷൻ്റെ ഭാഗമായി അവ പരസ്പരം കൊളൈഡ് ചെയ്യും. ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ കണ്ടെയ്നറിൻ്റെ വാളിലും അത് കൊളൈഡ് ചെയ്യും. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ്. എന്താണ് ഒരു വാതകം പ്രയോഗിക്കുന്ന മർദ്ദം? The pressure exerted by a gas is due to the continuous bombardment of gas molecules on the walls of the container. ഈ ഗ്യാസ് ഏത് കണ്ടെയ്നറിനാണോ ഉള്ളത് ആ കണ്ടെയ്നറിൻ്റെ വശങ്ങളിൽ ഗ്യാസ് മോളിക്യൂൾസ് കൊടുക്കുന്ന ആ ബൊംബാർഡ്മെൻ്റ് ആണ് പ്രഷർ എന്ന് പറയുന്നത്, ഗ്യാഷ്യസ് പ്രഷർ എന്ന് പറയുന്നത്. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ bombardment of gas molecules on the walls of the container. And these collision of gas molecules are perfectly elastic. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഈ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ മീൻസ് ദർ ഇസ് നോ ലോസ് ഓർ നോ ഗെയിൻ ഓഫ് കൈനറ്റിക് എനർജി. ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്ന ഭാഗമായിട്ട് അവയ്ക്ക് കൈനറ്റിക് എനർജി നഷ്ടമാവുന്നില്ല, കുറയുന്നുമില്ല. ബട്ട് ദേ മേ ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി. അവയുടെ എനർജി, ഒരു മോളിക്യൂൾസിൻ്റെ എനർജി മറ്റൊരു മോളിക്യൂളിന് കൊടുത്തേക്കാം ഹിറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ആവറേജ് എനർജി എന്ന് പറയുന്നത് നോ ചേഞ്ച്. സോ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി
elastic. Average kinetic energy do not change. And next one is that ഈ കൊളീഷൻ്റെ ഭാഗമായി സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് മേ ചേഞ്ച്, ഇറ്റ്സ് എനർജി മേ ചേഞ്ച്, ബട്ട് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ആവറേജ് കൈനറ്റിക് എനർജി, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി നമുക്ക് പറയാൻ പറ്റും. ഓരോ ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും കൈനറ്റിക് എനർജി പറയാൻ കഴിയില്ല, അത് ചേഞ്ച് ചെയ്യും. പക്ഷേ ആവറേജ് കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. ആവറേജ് ഒന്നിന് നഷ്ടപ്പെട്ടത് മറ്റൊന്നിന് കിട്ടിയിരിക്കും. അതുകൊണ്ട് ആവറേജ് കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കുറയും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിലോ kinetic energy also remains constant. These are the main points of kinetic theory of gases. ഇനി നമുക്ക് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് ഒന്ന് പരിശോധിക്കാം. റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ പലപ്പോഴും ഐഡിയാലിറ്റിയിൽ നിന്ന്, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായി കാണാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞു ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഇവ ഒബേ ചെയ്യുന്ന ഗ്യാസാണ്, ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്ന ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ്. ഈ ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നുണ്ട്, ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഗ്യാസ്, നമ്മൾ സാധാരണ ഗ്യാസിനെയാണ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട് എപ്പോൾ? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. നമുക്ക് പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് ഒന്നുകൂടി പരിശോധിക്കാം. പി വി എഗെയിൻസ്റ്റ് പി എന്ന് പറഞ്ഞാൽ ബോയ്ൽസ് ലോയുടെ ഗ്രാഫാണ്, ഐസോത്തേമാണ്. ബോയ്ൽസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ബോയ്ൽസ് ലോയുടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ, പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അത് ബോയ്ൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ടു പ്രഷർ ആക്സിസ്. അപ്പോൾ പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫിനെ നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. പക്ഷേ ഹൈഡ്രജൻ്റെ നോക്കൂ, ഹീലിയത്തിൻ്റെ നോക്കൂ, മീഥേൻ്റെ നോക്കൂ, കാർബൺ മോണോക്സൈഡിൻ്റെ നോക്കൂ. അവിടെയൊക്കെ പക്ഷേ ലോ പ്രഷറിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ ഡീവിയേഷനും കൂടിക്കൂടി വരുന്നു. മറ്റ് ഒരു ഗ്രാഫായുള്ള പി വി ഗ്രാഫ് കൂടി പരിശോധിച്ച് നോക്കൂ. പ്രഷർ കൂടി വരുമ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? വൈ റിയൽ ഗ്യാസസ് ഷോ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ? റിയൽ ഗ്യാസസ് ഷോ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഡ്യൂ ടു ടു റോങ് അസംഷൻസ് ഇൻ ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറിയിലുള്ള രണ്ട് തെറ്റായ നിഗമനങ്ങളാണ് അതിൽ കാരണം. കൈനറ്റിക് തിയറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൈനറ്റിക് തിയറിയിലെ രണ്ട് തെറ്റായ നിഗമനങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്ന്, വോള്യൂം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം ഓഫ് ഗ്യാസ്. വോള്യൂം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം. ടോട്ടൽ വോള്യൂമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യൂം വളരെ കുറവായതുകൊണ്ട് നെഗ്ലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഹൈ പ്രഷറിൽ എന്താ സംഭവിക്കുക? ഹൈ പ്രഷറിൽ ടോട്ടൽ വോള്യൂം വളരെ കുറയും. അങ്ങനെ ടോട്ടൽ വോള്യൂം വളരെ കുറയുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോള്യൂം നെഗ്ലിജിബിൾ ആവില്ല. അപ്പോൾ ആ പോയിന്റ് ശരിയാവില്ല. മറ്റൊരു പോയിന്റ് എന്താണ്? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. കൈനറ്റിക് തിയറിയിൽ പറയുന്ന രണ്ടാമത്തെ തെറ്റായ പോയിന്റ് എന്താണ്? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ലെങ്കിൽ അവ അടുത്ത് വന്നു കഴിഞ്ഞാൽ ലിക്വിഡ് ആവില്ലല്ലോ, വീണ്ടും അടുത്ത് കഴിഞ്ഞാൽ സോളിഡ് ആവില്ലല്ലോ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഹൈ പ്രഷർ ആവുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. നമുക്ക് LPG കുറിച്ച് അറിയാം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ? ലിക്വിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഹൈ പ്രഷറിലാവുമ്പോൾ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. സോ എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയലിറ്റിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ടു റോങ് അസംഷൻസ് ഇൻ ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഏതൊക്കെയാണത്? ദ വോള്യൂം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം ഓഫ് ഗ്യാസ് ആൻഡ് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഇത് രണ്ടും ശരിയാണ്. എപ്പോൾ മാത്രമേ ശരിയാവുന്നുള്ളൂ? ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും.
അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. എന്നാലോ ഹൈ പ്രഷറിൽ ലോ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ഹൈ പ്രഷറിൽ സ്വാഭാവികമായും ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്ത് പോകും. വാൻഡർവാൾ എന്ന സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹം ഇതിൽ ഒരു പ്രഷർ കറക്ഷൻ ടേമും വോള്യൂം കറക്ഷൻ ടേമും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിനും റിയൽ ഗ്യാസിനും ഒരുപോലെ അപ്ലിക്കബിൾ ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് വാൻഡർവാൾ ഇക്വേഷൻ. ദാറ്റ് വാൻഡർവാൾ ഇക്വേഷൻ ഈസ് P plus an square by v square into v minus nb equal to nRT. എന്താണ് വാൻഡർവാൾ ഇക്വേഷൻ? എന്താണ്? P plus an square by v square, അത് പ്രഷർ കറക്ഷൻ ടൈമാണ്, ഇൻറ്റു v മൈനസ് nb വോള്യത്തിൻ്റെ കറക്ഷൻ ടൈമാണ്, ഈക്വൽ ടു nRT. P plus an square by v square ഇൻറ്റു v മൈനസ് nb ഈക്വൽ ടു nRT. അങ്ങനെ ഒരു പ്രഷറിനും വോള്യത്തിനും കറക്ഷൻ ടേം ആഡ് ചെയ്തുകൊണ്ട് ഐഡിയൽ ഗ്യാസിനും റിയൽ ഗ്യാസിനും ഒരുപോലെ അപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ വാൻഡർവാൾ കറക്റ്റ് ചെയ്തു. സോ വാൻഡർവാൾ ഇക്വേഷൻ ഈസ് ആൾസോ കാൾഡ് മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി റിയൽ ഗ്യാസിൻ്റെ ഐഡിയലിറ്റിയിൽ നിന്നുള്ള ഡീവിയേഷനെ കംപ്രസിബിലിറ്റി ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈക്വൽ ടു PV ബൈ nRT. കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈക്വൽ ടു PV ബൈ nRT. ഐഡിയൽ ഗ്യാസിൻ്റെ നമുക്കറിയാം PV ഈക്വൽ ടു nRT ആണ്. അപ്പോൾ PV ഈക്വൽ ടു nRT ആയതുകൊണ്ട് PV ബൈ nRT ഐഡിയൽ ഗ്യാസിൻ്റെ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ ഫോർ ഐഡിയൽ ഗ്യാസ് Z ഈക്വൽ ടു compressibility factor Z equal to 1, but for real gases Z not equal to 1. റിയൽ ഗ്യാസിന് Z 1 ആവാനുള്ള വഴി കുറവാണ്. 1 ആവാം എപ്പോൾ? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ Zനെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം. Z ഈക്വൽ ടു V റിയൽ ബൈ V ഐഡിയൽ, റിയൽ വോള്യൂം ബൈ ഐഡിയൽ വോള്യൂം. അങ്ങനെയും കംപ്രസിബിലിറ്റി ഫാക്ടറിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Z ഈക്വൽ ടു PV ബൈ nRT. കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈക്വൽ ടു റിയൽ വോള്യൂം ബൈ ഐഡിയൽ വോള്യൂം. ബോയിൽ ടെമ്പറേച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബോയിൽ ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ബിഹേവിയർ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ. ഒരു വലിയ പ്രഷർ റേഞ്ചിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത്. So boil temperature is the temperature at which real gases obey ideal behavior over a wide range of pressure. അതായത് PV വേഴ്സസ് P ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ബോയിൽ ടെമ്പറേച്ചറിൽ ആ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ വരെ. സോ ബോയിൽ ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ബിഹേവിയർ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ. ഇത്രയുമാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായി ഒന്നുകൂടി മനസ്സിലാക്കൂ, വായിക്കൂ, പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.